ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മുട്ട കൊണ്ടൊരു അടിപൊളി വിഭവമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വിഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കപ്പിൽ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു അര കപ്പോളം ചോറ് മതിയാവും കേട്ടോ. ഇത്രയും ചോറൊന്നും ആവശ്യമായിട്ട് വരില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം. നമുക്ക് എല്ലാ തരം വെജിറ്റബിൾസും ഇടാം കേട്ടോ. പെട്ടെന്ന് കുക്കായി കിട്ടുന്ന എല്ലാ തരം വെജിറ്റബിൾസും ഇതിലിടാം. ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ക്യാബേജും ക്യാരറ്റും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജും ക്യാരറ്റും ഒരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ക്യാബേജാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കണത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ക്യാബേജൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് സബോളയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചെറുതായിട്ട് കുനുകുന പറഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഞാൻ അടുത്തത് എടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. നമ്മൾ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇടാം. കുട്ടികൾക്കാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും കുരുമുളക് പൊടി മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 പച്ചമുളകുകൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അടുത്തത് എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ്. അത് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റാണ്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പാത്രമാണ് കേട്ടോ ആവശ്യം. ഞാൻ അത്യാവശ്യം കുണ്ടുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ മുട്ടേനെ ഒഴിച്ച് വെത്തുകയാണ് കേട്ടോ. എന്നിട്ട് മുട്ട ഒഴിച്ച് വെത്തിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വന്നാൽ മുട്ട ബീറ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. നമുക്ക് ഇതിനേക്കാളും കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയായിരിക്കില്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലേ അവർ കഴിച്ചോളും. അപ്പോൾ ലഞ്ച് ബോക്സിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോറും ഇതിനോടൊപ്പം ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് മുതിർന്നവർക്കും കഴിക്കാൻ പറ്റും. നമുക്ക് ഡയറ്റിനൊക്കെ നമുക്ക് ഇതേപോലെ ഒരു റെസിപ്പി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ട് വരുന്നത് ഒരു 1/4 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയുടെ പൊടി ആയാലും മതിയാവും. അതും ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടിയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു കുണ്ടുള്ള പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തുട്ടോ. എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ ഒന്ന് റൗണ്ട് ഷേപ്പ് ആവുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തു. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വേഗം കുക്കായി കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ.
അപ്പോൾ ഏകദേശം ഒരു 8-10 മിനിറ്റോളായിട്ടുണ്ടാവും കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഒരു 8-10 മിനിറ്റ് ആയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അതിനെ മറിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ട്ടോ നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട്. ഇതുപോലെ കേക്ക് പോലെ ആണ് ട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ കേക്ക് പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിരിക്കും. ഇതൊരു 4 മണി പലഹാരം പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.